അതെന്താ പ്രിയ നീ അങ്ങനെ പറയുന്നത്? പ്രിയ, ഞാൻ ഇത്രയും ദൂരം വന്നത് നിന്നെ കാണാൻ വേണ്ടി മാത്രമാ. നിന്നോട് എനിക്ക് സംസാരിക്കണം. നിന്നോട് മാത്രമല്ല, നിന്റെ അച്ഛനോടും അമ്മയോടും എല്ലാം സംസാരിക്കണം. ദേ, കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കിയിട്ടേ ഞാൻ ഇന്ന് തിരിച്ചു പോവൂ. പ്രിയേ, നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ? നമ്മൾ എത്രയോ സ്വപ്നം കണ്ടതാ, എത്ര ആഗ്രഹിച്ചതാ. നമുക്കതൊക്കെ മറക്കാൻ പറ്റുമോ? എനിക്ക് നിന്നെ വേണം പ്രിയേ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രിയേ, അത് അച്ഛാ. ഡീ, എന്താടീ കാണിച്ചത്? ഇത് സ്വന്തം വീടാണെന്ന് നീ മറന്നുപോയ? നിനക്ക് കേറി വന്ന് തോന്നിയ ദിവസം കാണിക്കാൻ ആരും ഇല്ലാത്തവളല്ലേ ഇവള്? എന്റെ മോളാ. അങ്കിൾ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്നും കേൾക്കണം. നീ ഇനി ഒന്നും പറയണ്ട. എന്താ സുധേട്ട ഇത്? വീട്ടിലേക്ക് കയറി വന്നൊരാളെ ഇങ്ങനെ അപമാനിക്കാമോ? മിണ്ടിപ്പോയത്. ഒരു വീട്ടിൽ കയറി വന്ന് ആർക്കും എന്ത് തോന്നിയ ദിവസം കാണിക്കുന്നാണോ നീ പറയുന്നത്? അതിനാണോ നീ നിന്റെ മോളെ വളർത്തുന്നത്? വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാനായിട്ട്. നാട്ടുകാർക്ക് എന്താ പറഞ്ഞുവിടാത്തത്? അവര് വായി തോന്നുന്നൊക്കെ പറയും. അതിന് നമ്മൾ ചെവി കൊടുക്കാതിരുന്നാ പോരെ? നീ ഒരു അമ്മയാണോടി? ഏതെങ്കിലും ഒരു അമ്മ നീ പറയുന്ന പോലത്തെ വർത്തമാനം പറയുവോ? ഇതുവരെ നടന്നൊക്കെ ഞാൻ ക്ഷമിച്ചു. ഒരു പെൺകുട്ടിയുടെ അച്ഛനെ ഞാൻ. എനിക്ക് അതിൻ്റെതായ കടമകളുണ്ട്. മാറിയിരിക്കണിങ്ങോട്ട്. നിന്നോട് ഈ വീട്ടിലേക്ക് ഇനി വരരുതെന്ന് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതാ. അത് കേൾക്കാതെ നീ വീണ്ടും വന്നു. ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് പറയാ, മേലിൽ ഈ വീട്ടിലേക്ക് വരരുത്. നിന്നോടും കൂടിയാ പറയുന്നത്. ഇനി മേലിൽ നീ ഇവനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. പോയിക്കോ, ഇറങ്ങി പോഴോ. അങ്കിൾ, ഞാൻ പറയുന്നത് ദയവായിട്ടൊന്ന് കേൾക്കണം. എല്ലാം തുറന്ന് സംസാരിക്കാനായിട്ടാ ഞാൻ ഇന്നിങ്ങോട്ട് വന്നത് തന്നെ. ആർക്കും ഒരു ദോഷം വരാത്ത രീതിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാം. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രിയയെ ഞാൻ ഉടൻ കല്യാണം കഴിക്കാം. നിർത്തടാ. നീ എന്താ പറഞ്ഞത്? എന്റെ മോളെ നീ കല്യാണം കഴിക്കുന്നു? മനസാക്ഷി ഉണ്ടോടാ നിനക്ക്? നിന്റെ കാൽപാദം പറഞ്ഞ് ഈ മണ്ണ് തന്നെ വിണ്ട് കീറിപ്പോവും. അത്രയ്ക്ക് ദുഷ്ടനാ നീ. എഴുന്നേൽക്കാൻ വയ്യാതെ ജീവച്ഛവം പോലെ ഒരു പെണ്ണവിടെ കിടപ്പുണ്ട്, നിന്റെ ഭാര്യ. എന്നിട്ടാണോ നീ ഇപ്പൊ എന്റെ മോളെ കല്യാണം കഴിക്കാൻ നടക്കുന്നത്? അങ്കിൾ എന്നെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. കാര്യങ്ങള് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. നീ ഇനി ഒന്നും പറയണ്ട. DKയുടെ ബന്ധുവായതുകൊണ്ടാ കഴിഞ്ഞ തവണ നീ ഇവിടെ തല്ലുകൊള്ളാതെ പോയത്. പക്ഷേ ഇത്തവണ നീ ആ മര്യാദ എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത്. ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോകാൻ. ഞാനൊന്ന് പറയട്ടെ. അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ അവിനാശിനെ സ്നേഹിക്കുന്നു. അവിനാശ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അച്ഛാ.
എന്താ എന്താ നീ പറഞ്ഞ? ഇവനെല്ലാം നിനക്ക് ജീവിക്കാൻ പറ്റില്ലെന്നോ? നിനക്കിത് എന്തു പറ്റുമോളെ? നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടിയല്ലേ അവിടെ എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുന്നത്? ഇവന്റെ ഭാര്യ. അവളെ കുറിച്ച് നീ ഓർത്തോ? നിന്റെ ഏട്ടന്റെ ബന്ധുവല്ലേ അവള്? ആ വീടിനെ കുറിച്ചോ അവിടെ ഉള്ളവരെ കുറിച്ചോ നീ ഓർത്തോ? ഇതിൽ ഒരു തെറ്റുമില്ല. ഇവൻ നല്ലവനാ, ബുദ്ധിമാനാ, ആവശ്യത്തിന് സ്വത്തുണ്ട്. നമ്മുടെ മോളെ കല്യാണം കഴിക്കാനുള്ള എല്ലാ യോഗ്യതയും ഇവനുണ്ട്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ ആശാലതെ? ഭ്രാന്തൊന്നുമല്ല, ഞാൻ പറയുന്നത് സത്യമാ. ഇവന്റെ ഭാര്യ ഇനി ആ കട്ടിൽ നിന്ന് എഴുന്നേക്കാനേ പോകുന്നില്ല. അതിനു മുൻപ് തന്നെ അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയതാ. ഡൈവോഴ്സിന് കേസ് നടക്കുന്നുണ്ട്. ആ ഡൈവോഴ്സ് കഴിഞ്ഞ പ്രിയെ കല്യാണം കഴിക്കാന്ന് ഇവൻ നേരത്തെ വാക്കും പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ടാ നമ്മുടെ മോൾ ഇവനെ സ്നേഹിച്ചത്. അത് ശരി. അപ്പോ അമ്മയും മോളും എല്ലാരും കൂടെ അറിഞ്ഞുള്ള നാടകമായിരുന്നല്ലേ? കുടുംബത്തിന്റെ അന്തസ് കെടുത്തുന്ന പണി ചെയ്യുന്ന നിന്നെയൊക്കെ എന്താ അടിക്കാത്തത്? കൈ പൊങ്ങുന്നില്ലേ? ഇഷ്ടമില്ലാതിരുന്നിട്ടും നിങ്ങളുടെ മോള് പോലും ഒരു രണ്ടാം കെട്ടുകാരനെ ചതിച്ചു കെട്ടിയില്ലേ? അത്രയൊന്നും എന്റെ മോള് ചെയ്തില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ഇവര് തമ്മിൽ സ്നേഹിക്കുന്നില്ലേ? എടി, ഇവന്റെ ഭാര്യ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അത് നീ മറക്കരുത്. അങ്കിൾ പ്ലീസ്, അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് പ്രിയ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും. നിർത്തടാ. നിന്നെ ഒരു മനുഷ്യന്റെ കിണത്തിൽ കൂട്ടാൻ കൊള്ളാവുന്നതിനാണോടാ? നിങ്ങളുടെ മോക്ക് രണ്ടാം കെട്ടുകാരനെ കല്യാണം കഴിക്കാം. എന്റെ മകൾ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ഇവനും ഭാര്യയും തമ്മിൽ ഒരു ചേർച്ചയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? അതിനിടയിലാ ഇവള് വീണുപോയത്. അവിനാശിന്റെയും സൂര്യയുടെയും ഡിവോഴ്സ് കഴിഞ്ഞാൽ പ്രിയയും അവിനാശും തമ്മിലുള്ള വിവാഹം നടക്കും. ആര് നടത്തും? നീ നടത്തൂ? എന്റെ സമ്മതമില്ലാതെ ഈ കല്യാണം നീ നടത്തുമെന്ന്? അങ്കിളിനെയും കൂടെ സമ്മതത്തോടെ എന്റെ പ്രിയയുടെ വിവാഹം നടക്കൂ. എന്റെ വിഷമം കൂടി അങ്കിളൊന്ന് മനസ്സിലാക്ക്. എനിക്ക് ഭാര്യയുണ്ട്, അവളിപ്പോ വയ്യാതെ കിടക്കുക, സത്യം തന്നെയാ. പക്ഷേ ഒരു ചേർച്ചയില്ലാത്ത ഭാര്യയോടൊപ്പം ജീവിച്ച എന്റെ അവസ്ഥ കൂടി അങ്കിളൊന്ന് മനസ്സിലാക്കണം. ഭർത്താവിന്റെ മനസ്സറിയുന്നോളാ ഭാര്യ. പക്ഷേ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ നാൾ മുതൽ അവൾ എന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ഡിവോഴ്സ് ആവശ്യപ്പെട്ടത് ഞാനല്ല, അവളാ. അവൾക്ക് വിദേശ രാജ്യത്തേക്ക് പോവാൻ. ഇപ്പോഴുള്ള ഈ കണ്ടീഷനിൽ നിന്ന് അവൾ ഒരിക്കലും റിക്കവർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു ജീവിതം വേണ്ടേ അങ്കിൾ? പ്രിയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അങ്കിൾ അറിയോ? മതിയാക്കടാ. ഇനി പ്രിയയുടെ പേരുച്ചരിച്ചാ കൊന്നുകളയും നിന്നെ ഞാൻ. ഭാര്യയുടെ മരണം ആഗ്രഹിക്കുന്ന നീചൻ. ഈ പറയുന്നൊന്നും ലോകത്ത് ഒരാളും വിശ്വസിക്കത്തില്ല. ഇറങ്ങണ പുറത്ത്. എടാ, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ഇനി മേൽ നീ ഈ വീടിന്റെ പടി ചവിട്ടി പോരുത്. ഞാൻ പറഞ്ഞില്ലേ എനിക്കിനി പ്രിയെ പിരിക്കാൻ പറ്റില്ല. മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? അങ്കിൾ ഞാൻ പറയട്ടെ അങ്കിൾ. അങ്കിൾ എനിക്ക് പ്രിയ വേണം. ആ വാതില് കടന്ന് പുറത്തിറങ്ങിയ എന്റെ കാല് ഞാൻ തല്ലി പിടിക്കും. മിണ്ടിപ്പോരുത്. മര്യാദയ്ക്ക് അകത്ത് പോയില്ലെങ്കിൽ അടി നീ വാങ്ങിക്കും. ഓടി. നീ എന്തിനാ നീ നിൽക്കുന്നത്? ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ? പോടാ. എടാ പോവാൻ. നിങ്ങൾ എന്തായി ചെയ്തു കൂട്ടിയത്? നമ്മുടെ മോൾക്ക് വന്ന നല്ലൊരു ബന്ധം നിങ്ങൾ ഇല്ലാതാക്കിയത്. മിണ്ടിപ്പോകരുത്. കൊന്നളെ ഞാൻ. നീ എന്താ വിചാരിച്ചത്? പ്രായമായ പെൺകുട്ടികളെ നേർവഴിക്ക് നയിക്കേണ്ടത് അമ്മമാരാ. നീ ഇവിടെ എന്താ കാണിച്ചത്? ഒരു രണ്ടാം കെട്ടുകാരന്റെ തലയിൽ സ്വന്തം മോളെ കെട്ടിവെക്കാൻ കൂട്ടു നിൽക്കുന്നു. അതും ഭാര്യയുള്ള ഒരുത്തന്. ബുദ്ധിയും വിവരവും ഇല്ലേ നിനക്ക്?
നിങ്ങളുടെ മകള് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ ഒരു രണ്ടാം കെട്ടുകാരന്റെ കൂടെ. അപ്പൊ എന്റെ മകള് സന്തോഷമായിട്ട് ജീവിക്കരുത്, അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? നീ ഒരക്ഷരം വേണ്ടിയാ വെട്ടി രണ്ട് തുണ്ടമാക്കി കളഞ്ഞ. കേറിപ്പൊടി. എനിക്ക് വയ്യേ, ഇതിലും ഭേദം ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ട തിന്നുന്നതായിരുന്നടാ. അയ്യോ വിടറാ. ബോസ്, മുങ്ങിച്ചാകാൻ പോകുന്നവന്റെ മുതുകത്ത് കയറാൻ പോകുന്നോടാ. ബോസ്, നമുക്കങ്ങ് പോയാലോ? പോണോ? പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ആകെ നാറിപ്പോ. അയ്യോ 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 അയ്യോ. എന്നാലും എന്റെ പൊന്ന എംപിയുടെ ഭാര്യയെ ഒരുമാതിരി 8ന്റെ പണിയായി പോയല്ലോ. അല്ല, വയറിനൊരു ആശ്വാസത്തിന് ഒരു ജ്യൂസ് കൂടി എടുക്കട്ടെ? വേണ്ടി പോരുത്. അയ്യോ 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 അയ്യോ. എന്ത് ഭക്ഷണമാണ് നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്? മെക്സിക്കൻ കബാബ് എന്ന് പറഞ്ഞിട്ട് ഇതൊരുമാതിരി കക്കൂസ് കബാബ് പോലെ ആയല്ലോ. അയ്യോ. ആശുപത്രി പോ, ഒരു ആംബുലൻസ് വിളിക്കട്ടെ? ഒന്ന് പോണാണെന്ന്. അയ്യോ, കൊലക്കേസിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പ്രതി വയറിളകി ചത്തു എന്ന് പറഞ്ഞ അതിന്റെ നാണക്കേട് എന്റെ കുടുംബത്തിനാ. എന്റെ വയറേ. അയ്യോ. എന്താടാ? ഞാനിപ്പോ വരാം. അയ്യോ അയ്യോ, എന്റെ അമ്മോ. ദാ, ആ കക്കൂസിനകത്ത് വേറൊരുത്ത ഇരിപ്പുണ്ടെന്ന് ഓർക്കണം. അവന്റെ അണ്ണാക്കി ചെന്ന് കയറിയിരിക്കരുത്. അയ്യോ അയ്യോ. ഇതിന്റെ നഷ്ടപരിഹാരം നീ എനിക്ക് തരണം. ആരാണ് ഇതിന്റെ മുതലാളി? DK എന്ന് വെച്ചാ ദേവൻ കൃഷ്ണ. അയ്യോ, അത്ര കട്ടിക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഈ കണ്ടീഷനിൽ പറ്റത്തില്ല. ഏത് കൃഷ്ണയാലും വിളിച്ചു വരുത്തടി അവന്. ഇന്നവന്റെ കുടൽമാല ഞാൻ എടുക്കും. അയ്യോ അയ്യോ. ചേട്ടാ, ഫ്രീ ആയിട്ട് ഒരു ലൈം ടീ തരട്ടെ? അയ്യോ, എന്തെങ്കിലും ഒന്ന് കൊണ്ടുവാടി. പിന്നെ ഒരു നാരങ്ങ കൂടുതൽ പിഴിഞ്ഞിട്ടോ. എങ്ങനെയെങ്കിലും ഇതൊന്ന് നിക്കട്ടെ. അയ്യോ. ഇപ്പൊ കൊണ്ടുവരാവേ. നോക്കോ. നിങ്ങളെ കൂടി ഞാൻ വിളിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞതേ മറ്റൊന്നും കണ്ടല്ല, എല്ലാവരെയും ഒന്ന് കണ്ടിരിക്കാമല്ലോ എന്ന് കരുതിയാ. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ നിങ്ങളുടെ പണം തിരികെ തരും. ആ കാര്യത്തിൽ സംശയം വേണ്ട. അയ്യോ, നിങ്ങളെ സംശയവും? DKയുടെ കുട്ടികൾക്ക് പണം തരാൻ എനിക്കൊരു മടിയുമില്ല. നിങ്ങളെ എല്ലാവരെയും എനിക്ക് വിശ്വാസമാണ്. DK നിങ്ങൾക്ക് പരിചയമുണ്ടോ? ബിസിനസ്സുകാർ തമ്മിൽ പരസ്പരം പല ബന്ധങ്ങളും ഉണ്ടാവും. പക്ഷേ DKയുമായി എനിക്ക് അത്തരത്തിലൊരു ബന്ധവുമില്ല. DK ഒരു ഒറ്റയനായിരുന്നു, ഒരു വാരിക്കുഴിയിലും വീഴാത്ത മിടുക്കൻ. എവിടെയും തലയുയർത്തി പിടിച്ച് ഇങ്ങനെ നിൽക്കും. പിന്നെ ഞങ്ങൾ ഈ പണം വാങ്ങിക്കുന്ന കാര്യം ഒരു കാരണവശാലും DK അറിയരുത്. ഏയ്, ഒരിക്കലുമില്ല. ബിസിനസിന്റെ സീക്രസി എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവൻ ഞാൻ. പക്ഷേ തിരിച്ചടവ് മുടങ്ങിയ ഈ പറഞ്ഞ കണക്കൊക്കെ തെറ്റും. അത് ആ പണത്തിന്റെ ഒരു ദോഷം. അത് സാരമില്ല, ഞങ്ങൾ കൃത്യമായിട്ട് തിരിച്ചു തന്നോളാം. എങ്കിൽ ഈ ബന്ധം എന്നും ഇങ്ങനെ തന്നെ പോകും. എന്നാ പിന്നെ ഡോക്യുമെന്റ്സ് ഒപ്പിട്ടോളൂ. ദാ, ബാലു ഒപ്പിട്ടോളൂ. ഇത് താരക്ക്, ഇത് ചിത്രയ്ക്ക്. ദാ. ദാ. നോക്കണ്ട, നിങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഇതൊക്കെയാ ഇതിന്റെ ഒരു രീതി. ഒപ്പിട്ടോളൂ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. എന്താ, എന്തു പറ്റി? എവിടെ ഒരു പാട്ട് കേട്ടതുപോലെ. പാട്ടോ? നിനക്ക് തോന്നിയതാ? ഒപ്പിട്.
ഈശ്വര, കറക്റ്റ് റൂട്ടിൽ തന്നെയാണല്ലോ പോകുന്നത്. ഓ, അതും കൊടുക്ക. ദാ. അയ്യോ, പെണ്ണ് കൊടുത്തില്ല. ഹലോ സാർ. പറയണം സുന്ദരം, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. എഗ്രിമെന്റ് സൈൻ ചെയ്ത് പണവുമായി ഇപ്പൊ പോയതേ ഉള്ളു നിങ്ങൾ അളിയനും പെങ്ങളും. എന്റെ അളിയനെയും പെങ്ങളെയും അവരറിയാതെ ഞാൻ മുന്നിൽ നിർത്തിയെന്നേ ഉള്ളൂ. എന്റെ ലക്ഷ്യം DKയുടെ ആ വലിയ കുടുംബത്തിന്റെ പിളർച്ചയാണ്. ഒന്നും അറിയാത്ത പിള്ളേരാ, അവർക്ക് ഈ കള്ളക്കളി മനസ്സിലാവില്ല. പക്ഷേ ഒരു സൂചനയെങ്കിലും കിട്ടിയാൽ DKക്ക് എല്ലാം മനസ്സിലാവും. ബുദ്ധിരാക്ഷസനാ DK. ആ ബുദ്ധിരാക്ഷസൻ ഇതിൽ കൊടുക്കും നമ്മള്. ഈ പണം ഒരിക്കലും തിരിച്ചടയ്ക്കാൻ അവർക്ക് കഴിയില്ല. അതിനെ ചൊല്ലി കുടുംബത്തിൽ വഴക്കാവും. DKയുടെ സമാധാനം നഷ്ടപ്പെടും. DKയുടെ എല്ലാ സ്വത്തുക്കളും കോടതി വഴി നമ്മൾ അറ്റാച്ച് ചെയ്യും. അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഒടുവിൽ DK ഒന്നുമില്ലാത്തവനായി നമ്മൾ തെരുവിൽ നിർത്തും. എനിവേ, താങ്ക് യു സുന്ദരം, താങ്ക് യു സോ മച്ച്. ഇനിയാണ് കളി. നിങ്ങൾക്കുണ്ടായ വിഷമത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇനിയിപ്പൊ മാപ്പ് ചോദിച്ചിട്ട് എന്താ പ്രയോജനം? ഇതിനേക്കാൾ ഭേദം ജയില് തന്നെ ആയിരുന്നു. അല്ല പെങ്ങളെ, പെങ്ങളുണ്ടാക്കിയ ഫുഡിന്റെ പേരെന്താ? സത്യം പറയടി, എന്ത് ഫുഡാ നീ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തത്? അത് പിന്നെ മെക്സിക്കൻ കബാബ്. സാർ ഇതാ. അല്ല, നീ ഇതിനകത്ത് എന്തെണ്ണ ചേർത്തത്? കടുകെണ്ണ. സ്റ്റോർ റൂമിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, യൂട്യൂബിൽ കണ്ട് ചെയ്തതാ. ഈശ്വര, ചുമ്മാതല്ല പണി പാളിയത്. റാവുത്തർ,
സർ. ദാ, ഇത് വെച്ചോളൂ. ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തോളൂ. സന്തോഷം. വളരെ ഉപകാരം. നിവർന്ന് നിൽക്കാൻ വയ്യാണ്ടായി പോയി. ഇനി മേലും ഞങ്ങൾ ഈ വഴിക്ക് വരില്ല. പോടാ. എടി, ബേക്കറിക്കറി നിന്നെ ഞാൻ